അതാരാ അല്ലല്ല ഇത് ഇതാരെന്ന് ചോദിച്ചു. ഇത് നീ ഇപ്പൊ സ്ഥിരം മുണ്ടിലാണോ? ഓ ഞാൻ ശീലം ചതുര പെട്ടെന്നുള്ള ഹലോ കുക്കു വാസന. കുക്കു how are you? വാസന ഇത്ര ദിവസം ഇവിടെ പോയി വാസന? ഇത്ര ദിവസം നീ എവിടെ പോയി? ഞാൻ ഇവിടെ കുറച്ച് അമ്മ എനിക്ക് വീട്ടിൽ പോവാൻ കുറച്ച് വർക്ക് കുറച്ച് പരിപാടി വീട്ടിൽ. എത്ര നാളായി കുക്കു കണ്ടിട്ട്? അരേ വാസന ഇത്ര നാള് ഒരു പ്രശ്നമാവും സിറ്റിയിൽ. ഞാൻ വന്ന് കൺമണി ചേച്ചി വന്ന്, എലി ചേച്ചി വന്ന്, ചന്ദ്രു വന്ന്. They all blamed me for you not being here. കൺമണി ചേച്ചി ഞാൻ said കൺമണി ചേച്ചി വന്ന്. She told me she was your old wife and is PA personal assistant. No Asuna, Satyam Amma was there. She told all this in front of Amma that she was your ex-wife, then you guys divorced, plus you're not a nice guy, you tried to like mispay with her, and she also told lots of things about Eli Chechi. Nikki ariyumilla, പക്ഷേ I said no, ഒരു കുഴപ്പമില്ല, I don't mind, it's okay. Okay, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ഇന്ന് today gang there is 4 or 5 recruitments in gang, okay? Only boys. Yeah, you know that like only boys allowed. If girls allowed in TVA, you are in TVA, Kuku. Okay. Vasanna, I think you had lot of butter in breakfast, I guess. No. Kuku, I will call you later. Vasanna. Okay. No issue. Okay. Okay, Vasanna, take care. ശരി. Miss you so much, Kuku. Cut ചെയ്തിട്ട് പോയി. ഹലോ എല്ലാരും എന്ത് വിട്ടിരിക്കണം? ഇങ്ങോട്ട് വാ. അവന്റെ സ്കൂൾ ബാഗും റേഡിയോ ആണോ ഇങ്ങനൊക്കെ പറയാം. അപ്പൊ ഇവിടെ ഈ അല്ല റേഡിയോയിലുള്ള എല്ലാരും ഇവിടെ നിപ്പുണ്ടോ? ഇവിടെ നിപ്പുണ്ടോ? ഒന്ന് പറയാൻ ഒരു കാര്യം. ഇങ്ങോട്ട് വന്ന് റേഡിയോയിലുള്ള എല്ലാരും ഇങ്ങോട്ട് വന്ന്. നല്ല എന്താ നിന്നോണ്ടിരിക്കുന്നേ? എല്ലാം കോയി തുടങ്ങുന്നതാണ് ഇഷ്ടമല്ലേ നിനക്ക്? അത് പറയാനുള്ള മടിയോട്ടാണ് ഞാൻ വിട്ടായിരുന്നത്. അത് അങ്ങനെ. ഓ ചന്ദ്ര വരുന്നു. മറ്റേ മുമ്പേ വന്നവന്റെ അച്ഛനും അച്ഛനും ആണെന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചാൻ തിരിക്കും കേട്ടാ നിന്നെ. എവിടെ നീ? ഹലോ പറഞ്ഞോ. ഹലോ ഇതെന്ത് നീ പറഞ്ഞിപ്പം? സെക്യൂരിറ്റി ആയിട്ട് ജോയിൻ ചെയ്യാൻ ഇവിടെ ഇതിന്റെ അകത്ത് നിധിയൊന്നുമില്ല കൊണ്ടുപോകാനായിട്ട്. ചന്ദ്രബോസ് എക്സ്ക്യൂസ് മീ ഒന്ന് വന്നേ. ഞാനൊരു കാര്യം പറയട്ടെ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ വള്ളിക്കണം നിനക്ക് ഒഴിവാക്കി വിട്ടാ പോരാ ചന്ദ്ര. എന്തിനാണ് എന്നെ വിളിച്ച് ഇങ്ങനെ നിർത്തുന്നേ? ഞാൻ അവരോട് ഇങ്ങനെ പറയുന്നത് നിനക്ക് എന്ത് സുഖമാണ് കിട്ടണം? നിനക്കന്നാ ഇല്ല, നീ എന്റെ കൂടെ അത് തന്നെയല്ലേ ഏറ്റു പറയുന്നേ? നീ ഇപ്പൊ ഇത്ര നേരം അവിടെ ഇരുന്ന് എന്റെ അടുത്ത് പറഞ്ഞത് എടാ ഇവിടെ അത് വേണ്ട അതില്ല ഞങ്ങളെല്ലാം നോക്കിക്കോളാം. നിനക്കന്നാ അതൊക്കെ നേരിട്ട് പറഞ്ഞാ പോരെ. എന്തിനാ എന്നെ വിളിച്ചു വരുന്നേ? നീ എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? അല്ല നാളെ അണ്ണന് ചിലപ്പോ വേറൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നമുക്കൊരു വിഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കും, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പിന്നെ പിള്ളേർക്കൊരു ഭാവി ആവണമെങ്കിൽ ഇവിടെ അവരൊരു പച്ചലേക്ക് നിന്ന് ചോദിച്ചോളൂ, നമുക്ക് പിടിച്ചു നിർത്താം. വല്ലാത്ത സൂക്കേടൊക്കെയാണ്. ഞാനില്ലേ പയ്യന്മാരെ ഇവിടെ നിക്കട്ടെ 2 ദിവസം എന്തായാലും അമ്മ ആഗ്രഹമല്ലേ? കണ്ണാപ്പി അപ്പൊ പുതിയ പയ്യന്മാരെല്ലാം നോക്കിക്കോണം.
ഓ അത് Okay. നോക്ക്. പൊന്നോലെ നോക്കണം. നീ മുമ്പേ കാണിച്ചതുപോലെ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരം പാടില്ല. ഇല്ലണ്ണ അവരുടെ സേതുവായിട്ട് ഞാൻ അവരിൽ നിക്കണ്ട. ഈ കുണ്ണത്താളം നിർത്തടാ. എടാ ഇതാടാ നിർത്തണ്ടേ. നീ സേതുവായിട്ട് നിക്കണ്ട, നീ ടിവിയെ കണ്ണാപ്പിയായിട്ട് നിർത്ത. അവര് ടിവി അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുപോവാ. സേതുവിന് പേഴ്സണലി കണ്ണാടി ഇഷ്ടമാട്ടോ. അണ്ണ മീശ വെച്ച് വന്നിട്ടേ അണ്ണനെ കണ്ട അവന്മാര് പെട്ടെന്ന് സേതു എന്ന് വിളിക്കോ വാസ്തു എന്ന് വിളിക്കോ നോക്കാം. അതൊന്ന് ടെസ്റ്റ് ചെയ്താലോ? സേതുവിന്റെ എന്റെ മുടി ഡിഫറന്റ് അല്ലേ? എന്റെ പേര് സെയിം മുടി അങ്ങോട്ട് വെച്ചാ മതി. അവന്മാര് അപ്പിയറൻസ് മനസ്സിലാക്കണമല്ലോ മുഖം കണ്ട്. ഹലോ ഹലോ എന്റെ പേര് രംഗ. ഓ ഹായ്. ഹായ്. സിറ്റിയില് പുതിയതാണോ? അല്ല അല്ല അല്ലല്ലേ. അതെ ഇത് ഇങ്ങനെ സെക്യൂരിറ്റി ആയിരുന്നു അവന്മാര്. അവരെ തിരക്കി വന്നതാണോ? അതെ അതെ ഇങ്ങനെ ഒരു 10 പവന്റെ മാല. അതാണോ നീ നല്ല അറിയാതെ മുണ്ടെടുത്തതാ. എനിക്ക് അറിയാമായിരുന്നു പുള്ളി അറിയപ്പോലെ ഇറങ്ങുന്നത്. അത് സെക്യൂരിറ്റി ആയിട്ട് നിക്കാന്ന് വിചാരിച്ചാണ്. കടപ്പനെ ഓ എന്താടാ എന്താടാ എന്താണോ? എന്താ മോനെ? അല്ല ഇവനെന്ത് ഏത് പോ നിന്റെ ചെറുക്കാ കണ്ണാപ്പി അകത്ത് കയറി പോ. അല്ല പിള്ളേരൊക്കെ അകത്ത് കയറി പോ. പോ. അവരെ ഈ മറ്റേ ഇത് ഒരു ആൾക്കാരോട് സംസാരിക്കാൻ അറിയാത്ത ചെറുക്കനാ. ഓ ഓ അതാ അതിന്റേതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് അവന് കേട്ടാ. കുട്ടി നീ എങ്ങും പോകുന്നില്ലേ? എവിടെ പോവാനാ? ഓ അവര് ഇവര് ഡ്രസ്സൊക്കെ പറയുമ്പോ നീ പോയി ഡ്രസ്സൊക്കെ പറഞ്ഞിട്ട് വാ. കണ്ണാപ്പി നീ വലിയ റോൾ ഇറക്കരുത് കേട്ടാ ഇവരുടെ അടുത്ത്. ഇറ്റാച്ചി എന്തേലും പറയുവാണെങ്കിൽ താറ്റി വിട്ടാ മതി കേട്ടാ. ഇവൻ വലിയ റോൾ ഇറക്കാൻ വരും നിങ്ങളുടെ അടുത്ത് കേട്ടാ. പ്രത്യേകിച്ച് നിന്റെ അടുത്ത് സ്നൈപ്പിന്റെ അടുത്ത് ഇവ റോൾ ഇറക്കാൻ നന്നായിട്ട് വരും. മറ്റേ സേതുവിന്റെ പേരും പറഞ്ഞിട്ട് വരും കേട്ടാ. അത് തുപ്പി വിട്ടാ മതി. പിന്നെ അത് കേട്ടോണ്ട് നിന്നാ അവൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കേണ്ടി വരും ഇറ്റാച്ചി. വലിയ ഷോയും കൊണ്ട് വരും അവൻ. ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുമ്പോ എങ്ങനെ സംസാരിക്കുന്നതെന്ന് അതുപോലെ ഇങ്ങനെ കുണപ്പിക്കാൻ വരും. നീ അത് കാര്യമാക്കണ്ട. ഇവരെന്താണ് പണിക്ക് വന്നതാണോ? ഇല്ലടാ ഇല്ലടാ ഇവര് പോകുന്നവർക്ക് ഇവിടെ പയ്യന്മാരെ കണ്ടു. അവരുടെ സെക്യൂരിറ്റി ആയിരുന്നു ഇവർ രണ്ടുപേരും. യു കെ ആണല്ലേ? ഇവനൊക്കെ സെക്യൂരിറ്റിയാ. എന്തിന്റെ ആവശ്യമാണോ? അകത്തോട്ടോ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചാണ് സേതു മറ്റേ മുണ്ടി വയ്ക്കാൻ വന്നേന്ന് വിചാരിച്ചു. ഒരാളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരാളെ ആക്ഷേപിക്കരുത്. ഞാൻ നിന്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞു. അണ്ണാ ആക്ഷേപിച്ചല്ലാണ്. എടാ അവൻ രംഗണ്ണ എന്നൊക്കെ പറഞ്ഞു വന്നതാടാ. അവന്റെ അടുത്ത് നീ എടാ ഓടാ സംസാരിച്ചാ നീ എന്ത് ചെയ്യാനാ? അവനൊരു നമ്മള് എടാ പോലെ കളിപ്പുള്ളേ ഒരേ സിറ്റിസൺ വന്നിട്ട് ഗാംഗ് സർട്ടിഫിക്കറ്റ് വിളിക്കുന്നത്. എടാ പോലെ എടാ കാപ്പിയല്ലേന്ന് വെച്ചാൽ ഞാൻ ചെവിക്കല്ലോ തിരിച്ചു പിടിച്ചിട്ട് പറയാം നിനക്ക് കാപ്പിയല്ലേ? ഞാൻ പറയുന്നത് നല്ലൊരു ദിവസമാണ്. വെറുതെ ആവശ്യമില്ലാത്തമാരുടെ പോയി അടിയുണ്ടാക്കി വള്ളി പിടിക്കരുത് കേട്ടല്ലോ. അറിയാതെ അത്ര എനിക്ക് പറയാനുള്ളൂ. തങ്കാടേ തങ്കു അകത്ത് കയറി പോയ കണ്ണാപ്പി. പുതിയ പ്ലേയേഴ്സിനെ വെറുപ്പിക്കരുത്. ഞാൻ ഇപ്പോഴേ പറയുവാ. പുതിയ എടാ അവൻ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിനക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അവരുടെ അടുത്ത്? വള്ളി പിടിക്കുന്നത് എങ്ങനെയാണോ? അതാ അവർക്ക് പറയും വള്ളി പിടിക്കുമ്പോ അങ്ങ് എത്രയാണോ ഒരു പറഞ്ഞിട്ട് ഞാനങ്ങ് പറയും. എടാ അവർക്കൊക്കെ വള്ളി പിടിക്കാനും അറിയാം. അതുപോലെ ഗൺ പവറും ഉണ്ട്. നിനക്കോ? അണ്ണാ ഇന്നത്തെ എന്റെ അടി അണ്ണാ പിള്ളേരോട് ചോദിച്ചു നോക്ക്. ഏത് പിള്ളേരോട്? ഞാൻ ചോദിക്കട്ടെ ഗൈസ്. കണ്ണാപ്പി അടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ കണ്ണാപ്പി അടി എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ചോദിക്കട്ടെ. ട്രാഷ് വാണം തീട്ടം. ലൈവ് കണ്ടവരടുത്ത് ചോദിക്കണ്ട. 1v4 ആയിരുന്നു 1v4. വെള്ളം പോയി. അണ്ണിപ്പ സീൻ വിഷയം തീ ഗോഡ് ലെവൽ പൊളി 4 കിൽ MVP തീട്ടം വീണ്ടും തീട്ടം. അതാ അത് കുറെ വെയിറ്റേഴ്സ് കാണല്ലോ നമുക്ക്.
ഫാൻസ് ഉള്ളവർക്കല്ലേ ഹേറ്റേഴ്സ് ഉണ്ട്. അയ്യോ, കഷ്ടം. ആ അടിച്ച് തങ്ക അല്ലല്ല, ഞാനിപ്പോ കാണാറുണ്ട് കുറെ നാളായിട്ട് ഡെത്ത് മാച്ചിലൊക്കെ കയറി കളിക്കുന്ന സിറ്റിയിലൊക്കെ ഉണ്ടാകുന്ന ഞാൻ കാണാറുണ്ട്. ഓ അത് അങ്ങനെ തന്നെ അത് അങ്ങനെ തന്നെ പോട്ടെ. ഓ അണ്ണാ ഇനി ഫുൾ അണ്ണാ ഇനി അങ്ങനെ തന്നെ പോകും. പച്ചകളൊക്കെ വരുന്നുണ്ടെന്നാ അറിഞ്ഞു. അടിക്കണ്ടേ? ഓ പിന്നെ ഞാൻ 1 വർഷമായില്ല അണ്ണാ അവര് പോയിട്ട്. 1 വർഷമായോ പോടാ? ഓ മെയ് കഴിഞ്ഞ മെയ്യിലായിരുന്നു നമുക്ക് എല്ലാവർക്കും ഓർമ്മയില്ല ഏറ്റവും കൂടുതൽ പറഞ്ഞു അണ്ണൻ. ആ 1 വർഷമായല്ലേ? 1 വർഷമായി പോയിട്ട്. അടുത്ത് എണ്ണ എന്റെ മനസ്സ് പറഞ്ഞു ഈ ജൂൺ തുടക്കമോടെ ജൂൺ പോവില്ല, അതിന് മുമ്പ് വീണ്ടും ഒരു അടിയാവും, എന്നിട്ട് വീണ്ടും ഇതുപോലൊരു ബ്രേക്ക് വരും. 1 വർഷവും പോയി. എന്റെ അമ്മ, എന്ത് പെട്ടെന്ന് സമയം പോണല്ലേ. സത്യം അണ്ണാ, ഒന്നും പറയല്ല.